ഇന്ന് വിശുദ്ധ ആരാധനയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി വീണ്ടും പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ ഇന്ന് രാത്രിയിൽ നിൽക്കുവാനായി സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകിയതോർത്ത് ഞാൻ കർത്താവിന് മഹത്വമർപ്പിക്കുകയും ഈ പ്രാവശ്യത്തെ ഇവിടെയുള്ള സുവിശേഷ യോഗങ്ങളിൽ പങ്കുവയ്ക്കുവാൻ, ദൈവവചനം പങ്കുവയ്ക്കുവാൻ കടന്നു വന്ന യാത്രയിൽ എനിക്കേറെ ആശ്വാസകരമായ പ്രാർത്ഥനയുടെ പിന്തുണ നൽകിയ പ്രിയ കുഞ്ഞുവനച്ചാനോടും ഇവിടെയുള്ള സഭയോടും എൻ്റെ പ്രത്യേക കൃതജ്ഞത ഞാൻ ഇത്തരുണത്തിൽ പ്രകാശിപ്പിക്കുന്നു. ഞാൻ പരിമിതമായ സമയമാണ് പരിചയപ്പെടുവാനും അടുത്തിടപെടുവാനും കഴിഞ്ഞെങ്കിലും പിതൃതുല്യമായ ഒരു ആദരവും ബഹുമാനവും എനിക്ക് ബഹുമാന്യ കർത്തൃദാസനോട് ഉണ്ടാകുവാനായിട്ടിടയായി എന്നുള്ളത് നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവമക്കളുടെ മധ്യത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തോ ഒരു പ്രത്യേക ആത്മബന്ധം ആ ദൈവഭൃത്യൻ്റെ പ്രാർത്ഥനയിലും സമീപനത്തിലും എനിക്കുണ്ടാകുവാനായിട്ടിടയായി. നിരവധി ആളുകളെ കാണുകയും ശുശ്രൂഷകളിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ തന്നെയും കർത്തൃദാസൻ്റെ സേവനത്തിനും ശുശ്രൂഷയ്ക്കും ദൈവം ധാരാളം പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലം സഭയിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും ബഹുമാന്യനായ പ്രിയ സജി ബേബി അവരുടെ ഭവനത്തിലാണ് ഞാൻ ഈ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ പാർക്കുവാനായിട്ടിടയായത്. പ്രിയപ്പെട്ടവൻ്റെ ആത്മാർത്ഥതയ്ക്കും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെയും കുടുംബത്തിൻ്റെയും സ്നേഹത്തിനും ഞാൻ സഭയ്ക്ക് നടുവിൽ വളരെ ആത്മാർത്ഥമായി എൻ്റെ കൃതജ്ഞത ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. സ്വന്തം സഹോദരനെ പോലെ എനിക്ക് ആ ഭവനത്തിൽ ലഭ്യമായ കരുതലും സ്നേഹവും, വിശേഷാൽ കർത്താവിൻ്റെ ദാസി പ്രിയപ്പെട്ടവരുടെ സ്നേഹവും കരുതലും ഒക്കെ, മാതൃതുല്യമായൊരു ആത്മബന്ധവും ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ മക്കൾക്ക് കർത്താവ് ഏറിയ മടങ്ങ് പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു പാനപാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിന് ഒരു പ്രതിഫലം ലഭിക്കാതെ പോകയില്ലെങ്കിൽ നിശ്ചയമായും ആ കുടുംബത്തെ ദൈവം മാനിക്കാതിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ സഭയോട് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഇവിടെയുള്ള ദൈവമക്കളുടെ മധ്യത്തിൽ ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് അവസരമുണ്ടായി. എല്ലാ നിലകളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. കർത്തൃദാസൻ്റെ ശുശ്രൂഷയും സേവനവും അനേക ആത്മാക്കളുടെ വിടുതലിനായി തുടർന്നും ദൈവം ഈ പട്ടണത്തിൽ ഉപയോഗിക്കട്ടെ. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവിടുത്തെ കരം പിൻവലിക്കയില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവിടുത്തെ കരം പിൻവലിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. പ്രിയ കുഞ്ഞുമനച്ചാൻ്റെ സഹോദരൻ പ്രിയ ബാബുച്ചായൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് അവസരമുണ്ടായിട്ടുണ്ട്. ഒരാത്മബന്ധം, ആഴമായി ഇഴയെടുപ്പമുള്ളൊരു ബന്ധം ഞങ്ങൾക്ക് തമ്മിൽ കർത്താവ് ലഭ്യമാക്കി. പ്രിയപ്പെട്ടവരെ ഓർത്തും വിശേഷാൽ ഈ സദസ്സിൽ നിന്നും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലഭ്യമായിരിക്കുന്ന സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ഒരു വചനം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് നൽകിയ അന്തർനിയോഗത്തിൽ പ്രിയപ്പെട്ടവരുമായി പങ്കുവെച്ച് വേഗം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാനായിട്ടാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആ വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇതുമായി ഇന്ന് രാത്രി യോഗത്തിന് വന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കരുത്ത് പകർന്നത് ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാന ഘടകം ആരാധനയല്ല. ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാന ഘടകം വചനത്തിൽ സന്തോഷിക്കലാണ്. സ്തോത്രം. ആരാധന ഒരു ഭക്തന്റെ ജീവശ്വാസമാണ്. എന്നാൽ ഒരു ഭക്തന്റെ ആത്മീയ വളർച്ചയുടെ അടിസ്ഥാന ഘടകം ദൈവവചനത്തിൽ സന്തോഷിക്കലാണ്. നമുക്കറിയാം, 1-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. എന്നിട്ട് പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, ബാക്കി അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാൾ ഈ യോഗത്തിനകത്തുണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ ഒന്ന് കണ്ടേച്ചേ പോകാം. 2 മണിക്കൂർ ധ്യാനിക്കുക എന്നല്ല, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരെ കൊണ്ട് പറ്റുമത്? രാപ്പകൽ ധ്യാനിക്കുകയെന്നും. അങ്ങനെയാണെങ്കിൽ അസാധ്യമായൊരു കാര്യം വേദപുസ്തകം ഓർപ്പിച്ചിരിക്കുന്നത് ഭോഷത്വമല്ലേ? യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ വായിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നല്ല, ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയാണെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവന് മാത്രമേ രാപ്പകൽ ധ്യാനിക്കാൻ കഴിയുകയുള്ളൂ.
കർത്തൃദാസൻ പ്രസംഗിച്ചു, വചന പഠനമാണ് ആത്മീയ വളർച്ചയുടെ അടിസ്ഥാന ഘടകം. സഹോദരി തീരുമാനിച്ചു, ഇന്ന് മുതൽ വചനം പഠിക്കാൻ പോവുക. രാവിലെ ഭർത്താവിനെ സ്കൂളിലെ ഓഫീസിലേക്കും കുട്ടികളെ സ്കൂളിലേക്കും ഒക്കെ വിട്ടതിന് ശേഷം ഭർത്താവിനെ ഓഫീസിലേക്കും കുട്ടികളെ സ്കൂളിലേക്കും ഒക്കെ ഒരുക്കി വിട്ട് വീട്ടിലെ പണിയെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം വേദപുസ്തകം തുറന്ന് ഈ സഹോദരി ഇരുന്നു. തുറന്നപ്പോൾ കിട്ടിയത് ദാനിയേൽ പ്രവചനമാണ്. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിൽ പാത്രങ്ങൾ ചിലതിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയിൽ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് ഷണ്ണന്മാരിൽ പ്രധാനിയായ അസ്പേരോസിനോട് രാജസന്തതിയിലും കുലീനന്മാരിൽ വെച്ച് വിദ്യാ നിപുണരായിരിക്കുന്ന ഒന്നും മനസ്സിലാകുന്നില്ല, കണ്ണിന് ഭാരം കൂടി വരുന്നു. അന്നേരം മംഗളമായിരുന്നെങ്കിൽ സ്തോത്രം, അന്നേരം സീരിയൽ ആയിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. വല്ലാത്ത ഉറക്കം. അതാണല്ലോ സത്യവചനം പ്രസംഗിക്കുമ്പോൾ ചിലർക്ക് വല്ലാത്ത ഉറക്കം വരും, സൂക്ഷിക്കണം. സ്തോത്രം. ഏതായാലും വേണ്ടില്ല, ഉച്ച വരെയുള്ള പണി ഒതുക്കി വെച്ച ചാട്ട എന്ന് വെച്ച് ഉച്ച വരെയുള്ള പരിപാടി ഒതുക്കി ഭക്ഷണവും കഴിഞ്ഞ് സഹോദരി വീണ്ടും വന്ന് വേദപുസ്തകം തുറന്നങ്ങോട്ടിരുന്നു. കിട്ടിയത് എൻ്റെ ചിന്തയിൽ വെളിപ്പാട് പുസ്തകമാണ്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളതിന് ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ തന്റെ ദൂതൻ മുഖാന്തരം അയച്ചൊരു ദാസനായ യോഹന്നാൻ പ്രദർശിപ്പിച്ചു. യോഹന്നാൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷിയുമായി കണ്ടതൊക്കെ സാക്ഷീകരിച്ചു. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയവെങ്കിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവന്റെ ആദിയാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിനുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചതിന് പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും വയ്ക്കുന്നവനുമായവന് എന്നേക്കും മഹത്വവും ബലവും അവൻ ഇതാവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും എന്ന് വായിച്ചപ്പോഴത്തേക്ക് ഉറങ്ങിക്കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്താ ഇവിടുത്തെ പ്രശ്നം? വചനം വായിക്കാൻ ശ്രമിച്ചിട്ട് ഈ സഹോദരിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഒരു വസ്തുത ഓർക്കുക, ഒരു വിഷയം നിനക്കെന്താണോ അതനുസരിച്ച് മാത്രമേ നിനക്കതിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. കാറ്റലോഗ്, ഒരു ഉപകരണം വാങ്ങിച്ചാൽ കാറ്റലോഗ് അതിനോടൊപ്പം കിട്ടും. പക്ഷേ വീട്ടിൽ ഈ കാറ്റലോഗ് തുറന്നു വെച്ച് വായിച്ച് സന്തോഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. ഇന്ത്യൻ പീനൽ കോഡിന്റെ വ്യവസ്ഥകൾ അറിയുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അത് വായിച്ച് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒന്ന് അരുതുകളും വിലക്കുകളുമാണ്, ഒന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ്. പക്ഷെ ഇതൊന്നും വായിച്ച് സന്തോഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഈ വിശുദ്ധ ബൈബിൾ നിങ്ങൾക്ക് അരുതുകളുടെ ഗ്രന്ഥമാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ഈ വിശുദ്ധ ബൈബിൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളുടെ പുസ്തകമാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ഒരു കൊച്ചുദാഹരണം ഞാൻ പറയാം. ഇന്നേക്ക് ഒരു 25 കൊല്ലം മുമ്പുള്ളൊരു നമ്മുടെ നാടിന്റെ പശ്ചാത്തല ഭാവനയെ കാണുക. ഒരു 25 കൊല്ലം മുമ്പ്, ഇന്നത്തെ കുടുംബജീവിതത്തിന്റെ ശൈലിയല്ല, അന്നത്തെ വളരെ നിഷ്കളങ്കമായ ആത്മബന്ധമുള്ള ആ കാലഘട്ടത്തിൽ ഭർത്താവ് ഗൾഫിലേക്ക് മസ്കറ്റിലേക്ക് പോന്നു. ഭാര്യ ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കി വീട്ടിലുണ്ട്. ആ സഹോദരിക്ക് ടെലിഫോണൊന്നും വിധമില്ലാത്ത കാലഘട്ടത്തിൽ ഒറ്റ കാര്യം അവരാശ്വാസം, വല്ലപ്പോഴും കിട്ടുന്ന എയർമെയിലില്ലെൻ്റെ. അങ്ങനെ ഇരിക്കെ പോസ്റ്റ്മാൻ ആ വീടിന്റെ കയറ്റം കയറി കതച്ച് ചെല്ലുക. ഈ സമയം പോസ്റ്റ്മാൻ ബാഗിനകത്ത് നിന്ന് എടുക്കുന്ന കത്തുകൾക്കിടയിൽ ആ സഹോദരി ഊളിയിട്ട് നോക്കിയപ്പോൾ എയർമെയിലിൻ്റെ ഉണ്ട്, ഭർത്താവിന്റെ കത്താണെന്ന് മനസ്സിലായി. അതങ്ങോട്ട് വാങ്ങിച്ച് പൊട്ടിച്ച് തുറന്നിട്ട് വീടിന്റെ മുൻപിലത്തെ ഒരു കല്ലേലോട്ട് ഈ സഹോദരി കുത്തി അങ്ങിരിക്കുക. വീട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടെ ഇരുന്നു. അതിനിടയ്ക്ക് കതച്ച് കയറി വന്ന പോസ്റ്റ്മാൻ ഇച്ചിരി വെള്ളം ചോദിച്ചപ്പോൾ കൊച്ചേ വെള്ളം കോട് എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരി 2 കണ്ണും ഈ കത്തിനകത്ത് അങ്ങ് പൂഴ്ത്തുക. അങ്ങനെ കത്തിനകത്തേക്ക് കണ്ണങ്ങ് നിറച്ച് ഈ സഹോദരി വളരെ ഗാഠമായി അതിനകത്ത് അന്വേഷണം നടത്തുന്നത് പോലെ മറിച്ചും തിരിച്ചു നോക്കുക. ഇതിനിടയ്ക്ക് പാസ്റ്റർ രാജു മേത്ര ചെന്ന് ഒളിഞ്ഞു നോക്കിയെന്നിരിക്കട്ടെ, നടക്കുന്ന കാര്യമല്ല, ഒരു ഉദാഹരണം തെളിയിക്കാൻ വരിക. അതിനകത്ത് എന്നെ ഉണ്ട് വാഴയ്ക്ക് വളമിടുന്ന കാര്യം, വീടിന്റെ പുറകിലത്തെ കയ്യാല കിട്ടുന്ന കാര്യം, പിള്ളേരുടെ സ്കൂളിലെ ഫീസ് കൊടുക്കുന്ന കാര്യം. പക്ഷെ ഈ സഹോദരി ഒന്ന് വായിച്ചു, പിന്നെ ഒന്നുകൂടെ വായിച്ചു, പിന്നെ തിരിച്ചു മറിച്ച് ഒന്നുകൂടെ വായിച്ചു, പിന്നെ രാത്രി വായിക്കാൻ തലനാട് കീഴെ കൊണ്ട് വെച്ചിരിക്കുക. എനിക്ക് ഈ കത്തിനകത്ത് ഒരു പ്രാധാന്യവും തോന്നുന്നില്ല. ഈ സഹോദരിക്ക് എന്നെ ഈ കത്തിനകത്ത് ഇത്ര പ്രാധാന്യം പറയാം. അതിന്റെ കാരണം, എനിക്ക് ഈ വ്യക്തി, ഈ എഴുതിയ ആൾ ആരുമല്ല, അതുകൊണ്ട് എനിക്ക് ഈ കത്തിനകത്ത് ഒരു പ്രാധാന്യവുമില്ല. എന്നാൽ അവൾക്കത് എഴുതിയ വ്യക്തി അവളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്. എഴുതിയ വ്യക്തിയും വായിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലാണ് വരികളിൽ ജീവൻ വ്യാപരിക്കുന്നത്. മനസ്സിലായി? എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്.
ആ വേദപുസ്തക കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച്, ആ വേദപുസ്തക കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച്. ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന നിന്റെ കരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഈ വചനം നിയമഗ്രന്ഥമല്ല. ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന നിന്റെ കൈകളിൽ ഉയർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ വചനം പീനൽ കോഡല്ല. ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന നിന്റെ കൈകളിൽ ഉയർന്നു നിൽക്കുന്ന വചനം കാറ്റലോഗല്ല. ഇത് ആത്മനാഥന്റെ സ്നേഹലേഖനമാണ്. ഇത് വായിക്കുന്ന നിന്റെ അകത്തേക്ക് സ്നേഹം ഉയർന്നു വരുന്ന ആത്മനാഥനെ കണ്ണുയർത്തി കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇത് കേവലം വായിക്ക മാത്രമല്ല, ഇതിലവർ ധ്യാനിക്കുമ്പോൾ അറിയാത്ത സന്തോഷം അവരുടെ അകത്ത് വ്യാപരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഈ വചനം ചില മിനിറ്റുകൾ ഒന്ന് ധ്യാനിക്കണം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ്. വേഗം നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. ലൂക്കോസിന്റെ സുവിശേഷം 3:15, 16, 17 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3:15, 16, 17 വാക്യങ്ങൾ വായിച്ചാൽ. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം അവന്റെ കൈകളിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. നമുക്കൊരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഒരധരം പോലും അടഞ്ഞിരിക്കാതെ, ഒരു വാ പോലും പൂട്ടിയിരിക്കാതെ കടന്നു വന്നിരിക്കുന്ന സകല ദൈവമക്കളെ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മനിറവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആത്മനിറവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി അകത്ത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ആത്മനിറവിൽ നിന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. എല്ലാ നാവുകളിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ശബ്ദമുയർത്തി വായടച്ചിന്ന് രാത്രി വിടിരിക്കരുത്. ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവുകളിൽ ആരാധനയുടെ ശബ്ദം ഉയരണം. ആരാധനയുടെ ശബ്ദം ഉയരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ഉയരട്ടെ. ഈ സന്ദേശം 9:15 അവസാനിക്കും. എന്നാൽ അതിനു മുൻപ് എന്റെ ദൈവത്തിന്റെ കരം ചില വ്യക്തികളെ ആത്മമണ്ഡലത്തിന്റെ തീയിലേക്ക് ഉയർത്തിയെടുക്കുന്ന രാത്രിയാകണം. പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ദൈവശക്തിയായി വ്യാപരിക്കണം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ചൈതന്യം അകത്ത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഉയർത്തിയ കരങ്ങളോടെ പ്രാർത്ഥനയിൽ പോരാടിക്കണം. ശക്തമായി ഇന്ന് രാത്രി ചില കെട്ടുകളിലൂടെ പൊട്ടി അകലട്ടെ. ചില കൃപാവരങ്ങളുടെ പകർച്ചകളിലൂടെ വ്യാപരിക്കട്ടെ. ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളിലൂടെ തകർന്നു മാറട്ടെ. കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഗ്ലോറി, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഇന്ന് രാത്രിയിൽ അഭിഷേകത്തോടെ സംഭവിക്കട്ടെ. ചില വാഗ്ദത്ത നിവർത്തിയെ തടഞ്ഞു നിർത്തിയിട്ടുള്ള ചില ദൈവപ്രവർത്തികൾ നടക്കാതെ ചില കുടുംബങ്ങളെ ഇരുട്ടിൽ വ്യാപരിച്ചു നിർത്തുന്ന ആധിപത്യങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ മേൽ ദൈവിക വിടുതലായി സംഭവിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രിയിലെ വ്യക്തികളെ തൊടണമേ. കർത്താവേ, ചില വ്യക്തികളെ തൊടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധരായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രിയിൽ ജീവന്റെ വചനം അങ്ങയുടെ മുറിവേറ്റ കരങ്ങളിലെടുത്ത് ഞങ്ങൾക്ക് വിളമ്പിത്തരണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന രാത്രിയാക്കുന്ന രാത്രിയെ തീർക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ നമുക്ക് ആ വേദഭാഗത്തിലേക്ക് ശാന്തമായി നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ ഈ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ
ദൈവം നിയോഗിച്ചയച്ച വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. നമ്മളെപ്പോലെ ഒത്തിരി നാളൊന്നും പ്രസംഗിക്കാൻ ദൈവം യോഹന്നാനെ അനുവദിച്ചില്ല. ഒരു വെള്ളി നക്ഷത്രം പോലെ, ഒരു കൊള്ളിമീൻ പോലെ ആത്മീയ നഭസിൽ അതിവേഗം ഉദിച്ചുയർന്ന് അപ്രത്യക്ഷനായ അനുഗ്രഹീതനായ കർത്തൃദാസൻ അമ്മയുടെ ഉദരത്തിൽ ഇവനെ ഉരുവാകാൻ അനുവദിച്ചതുപോലും ഒറ്റ ഉദ്ദേശത്തോടു കൂടെയാണ്. ആ തലമുറയ്ക്ക് യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. യേശു ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം, അവൻ ഒരു മതസ്ഥാപകനാണ്, അവൻ ഒരു രാഷ്ട്രസ്ഥാപകനാണ്, അവൻ ഒരു തത്വചിന്തകനാണ്, അവൻ ഒരു ത്യാഗിയാണ്, അവൻ ഒരു യോഗിയാണ്, അവൻ ഒരു സത്യാന്വേഷിയാണ്, അവൻ ഒരു ബുദ്ധിമാനായിരിക്കുന്ന തത്വചിന്തകനാണ് എന്നൊക്കെ ഒത്തിരി, അവൻ വേശ്യാപുത്രനാണ്, അവൻ മറിയയ്ക്ക് പിറന്ന അഭിസാരിക സന്തതിയാണ്, അവൻ ആശാരിത്തച്ഛന്റെ കൊച്ചനാണ് എന്നൊക്കെ പറയുന്ന 100 അഭിപ്രായങ്ങൾക്ക് നടുവിൽ യേശു ആരാണെന്ന് അന്നത്തെ തലമുറയ്ക്ക് ഒന്ന് വ്യക്തമായി പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് യോഹന്നാനെ അമ്മയുടെ വയറ്റിൽ ഉരുവാകാൻ പോലും ദൈവം അനുവദിച്ചത്. ആ യോഹന്നാൻ അന്നത്തെ സമൂഹത്തിന് മുൻപിൽ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് യേശുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത്? യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന വാക്കുകൾ മനസ്സിരുത്തി നിങ്ങളൊന്ന് വായിക്കണം. വളരെ ഗാഠമായി ചിന്തിക്കേണ്ട ആത്മീയ സത്യങ്ങൾ എത്ര കുഴിച്ചാലും തീരാത്തതുപോലെ ആ വിഷയത്തിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശാന്തമായി നിങ്ങളൊന്ന് വായിച്ചാട്ടെ. ഒന്നുകൂടെ ആ ഭാഗപ്പെടുത്താറ്. ലൂക്കോസിന്റെ സുവിശേഷം 3:15, 16, 17 വായിച്ചാട്ടെ. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ. ഈ നിൽക്കുന്നത് ആരാന്ന് നിങ്ങൾക്കറിയാമോ? ഇത് സാധാരണക്കാരനല്ല. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഈ വ്യക്തിയെ പോലെ ഒരാളിനെ ലോകചരിത്രം കണ്ടിട്ടില്ല. നിങ്ങൾ ഓർക്കണം, ഇദ്ദേഹത്തിന്റെ കാലിലെ ചെരുപ്പിന്റെ വാറ അഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ വലിയവരാണ് ഈ നിൽക്കുന്നത്. ആ ശൈലി അടിമ ഉടമ സമ്പ്രദായത്തിലെ ശൈലിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകും. ആ കാലഘട്ടത്തിൽ വീടുകളിലെ അടിമകളാണ് വീട്ടിലെ ഉടമകളുടെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റുന്നത്. കെട്ടിമുറുക്കുന്ന ചെരുപ്പുകൾ യജമാനൻ വീട്ടിലേക്ക് വന്നാൽ ഉടനെ യജമാന്റെ പിൻപിലൂടെ ചെന്ന് മുട്ടുകുത്തി നിന്ന് കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുന്നത് വീട്ടിലെ അടിമയുടെ ഡ്യൂട്ടിയാണ്. യജമാനൻ എവിടേക്കെങ്കിലും പോകാൻ തുടങ്ങുന്ന സമയം വീടിന്റെ മുൻപിൽ ഇറങ്ങി നിന്നാൽ കാലിലെ ചെരുപ്പിട്ട് കെട്ടിമുറുക്കി കൊടുക്കുന്നത് ആ വീട്ടിലെ അടിമയുടെ ജോലിയാ. യോഹന്നാൻ എന്താ പറയുന്നേ? നിങ്ങൾ കണ്ടോ ഈ വ്യക്തിയെ? ഇദ്ദേഹത്തിന്റെ അടിമ ജോലി ചെയ്യാൻ പോലും ഞാൻ യോഗ്യനല്ല, അത്ര വലിയവനാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തെ ഇവിടെ അയച്ചത് അതിപ്രധാനമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മീഡിയം വെള്ളമാണ്. എന്നാൽ ഇവൻ നിങ്ങളെ സ്നാനപ്പെടുത്താൻ വന്നതാണ്. ഇവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനമേൽപ്പിക്കാൻ വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന വാക്കിന് ന്യൂമ എന്ന പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലാർത്ഥം. തീ എന്ന വാക്കിന് ഫയർ എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കാറ്റും തീയും ഒരുമിച്ച് ചുഴന്നിറങ്ങുന്ന മണ്ഡലത്തിൽ ഇവന്റെ കൈ കൊണ്ട് ഒരു സ്നാന ശുശ്രൂഷ അധികം താമസിക്കാതെ നടക്കും. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, എന്റെ യേശുവിന്റെ കൈ കൊണ്ട് കാറ്റും തീയും ഒരുപോലെ ചുഴന്നിറങ്ങിയ മേഖലയിൽ നടന്ന സ്നാനം അത് സെഹിയോൻ മാളികമുറിയിലെ ആത്മസ്നാനമാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ഓരോരുത്തൻ ആത്മാവ് നിറഞ്ഞവരായി പരിശുദ്ധാത്മാവ് തങ്ങൾക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങിയെങ്കിൽ ആത്മസ്നാനത്തിന്റെ ആഴങ്ങളിലേക്ക് എന്റെ കേൾവിക്കാരെ ഇറങ്ങി വന്നിരിക്കുന്ന വ്യക്തിയാണ് ഇവൻ. ഇവൻ ആത്മാവാകുന്ന തീര് സ്നാനമേൽപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി മറ്റൊരു ഡ്യൂട്ടി അവന് ഭാവി കാലത്തുണ്ട്. അവന്റെ വർത്തമാനകാല ശുശ്രൂഷയുടെ ലക്ഷ്യം ആത്മസ്നാനത്തിലേക്ക് നിങ്ങളെ നയിക്കുകയാണെങ്കിൽ അവന്റെ ഫ്യൂച്ചർ ഭാവികാല ശുശ്രൂഷ ലക്ഷ്യം വീശുമുറം അവന്റെ കൈകളിലുണ്ട്. നിങ്ങൾ കണ്ടോ, കളത്തിലേക്ക് നോക്കുക.
കണ്ടത്തിൽ കതിരിൽ പതിരും മണിയും നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പതിരിനാണ് മണിയെക്കാട്ടിൽ തലക്കനം കൂടുതൽ, അല്ലേ? ഒരേ രൂപ ഇട്ടുകൊണ്ടാണ് പതിരും മണിയും അടുത്തടുത്ത് നിൽക്കുന്നത്. പതിര് തല പൊക്കി നിൽക്കുമ്പം മണി തല താഴ്ത്തി കിടക്കുകയാണ്, അടുത്തടുത്തായിരിക്കുന്നത്. കണ്ടാൽ ഓർക്കും രണ്ടും ഒരുപോലുള്ള ക്വാളിറ്റിയാണെന്ന്. പക്ഷേ ഒന്ന് പതിരാണ്, മറ്റൊന്ന് മണിയാണ്. ഇത് രണ്ടും തിരിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. പുറത്തെ വേഷം കണ്ടാൽ, പുറത്തെ ഭാവം കണ്ടാൽ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ രണ്ടും മണിയാണെന്ന് തോന്നുമെങ്കിലും ഒന്ന് പതിരും മറ്റൊന്ന് മണിയുമാണ്. സ്തോത്രം. എന്നാൽ ജ്വലിക്കുന്ന ഒരു കണ്ണിത് നന്നായി കാണുന്നുണ്ട്. അധിക നാൾ ഇങ്ങനെ തുടരാൻ ഇടയാകുകയില്ല. വളർച്ചയുടെ ഏതോ ഘട്ടങ്ങളിൽ പാലുമുറ്റി മണിയാകേണ്ട സ്ഥാനത്ത് പാല് ചോർന്ന് ബാഹ്യരൂപത്തിന്റെ പതിര് മാത്രമായി നിൽക്കുന്ന ഈ കതിരിൽ ഉയർന്നു നിൽക്കുമ്പോൾ പലതും പറയാൻ ഈ പതിരിനുണ്ടെങ്കിലും പതിരെ അധിക നാൾ നീ തുടരില്ല കേട്ടോ. വീശുമുറ കൈകളിൽ എടുത്തുകൊണ്ട് ഒരുവൻ ഇറങ്ങി വരാൻ തുടങ്ങുകയാണ്. പതിരിനെ തീപ്പൊയ്കയിലേക്കും മണിയെ കളപ്പുരയിലേക്കും മാറ്റാൻ കയ്യിൽ വീശുമുറം എടുക്കുന്ന ഒരു ജഡ്ജിയാണ് നിൽക്കുന്നത്. ഇത് സാധാരണക്കാരനല്ല, ഇത് ജഡ്ജിയാണ് നിൽക്കുന്നത്. ഒന്ന് സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ നാവുകൾ ചലിക്കും! സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ നാവുകൾ ചലിക്കും! ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ഇതിന് നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്ന നസ്രായനെ കണ്ണുയർത്തി കണ്ടാൽ നിങ്ങൾക്ക് വാപൂട്ടി ഇരിക്കാൻ കഴിയുകയില്ല. ഇതിനകത്ത് നിൽക്കുന്നത് സാധാരണക്കാരനല്ല, ആത്മാവാകുന്ന തീയിൽ ചില വ്യക്തികളെ മുക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന സ്നാപകനാണ് ഈ രാത്രി ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നതെങ്കിൽ നാളെ അധികം താമസിക്കാതെ വ്യക്തികളെ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ് ഈ വന്നിരിക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. അത് ഇതിനകത്തിരിക്കുന്ന സകല വ്യക്തികളോട് കൈകാര്യം ചെയ്യും. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ പറഞ്ഞാൽ ആ ജഡ്ജിയുടെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന ബോധ്യം എത്ര ഹൃദയങ്ങളെ ഭരിക്കുന്നുണ്ട്. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും തങ്ങളുടെ ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിപ്പാൻ ശിക്ഷയുടെ ചില വടികൾ അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്ന കർക്കശ സ്വഭാവമുള്ള ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്നത് എന്ന വസ്തുത ദൈവമക്കൾ മറക്കരുത്. എനിക്കതൊക്കെ വിശദീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരുടെ സമയപരിമിതി എനിക്കറിയാം. ഒരു വസ്തുത ഓർക്ക്, നമ്മുടെ ദൈവം സ്വർഗത്തിന്റെ ഒരു കോണിൽ കണ്ണടിച്ചുറങ്ങുന്ന പൊട്ടൻ മുതുക്കനല്ല. എത്ര പേർക്ക് മനസ്സിലായി? ചാരികസേരയിൽ നാട്ടിൽ ചെന്നാൽ അറിയാം, ബംഗ്ലാവിന്റെ മുൻപിലെ ചാരികസേരയിൽ ചാരിക്കടന്ന് താമ്പൂല മിശ്രിതം മുറുക്കാൻ വായിലിട്ട് കട്ടിക്കണ്ണാടിയും വെച്ച് ചവച്ചുകൊണ്ട് പത്രവും വായിച്ച് കിടക്കുന്ന ചില വല്യപ്പച്ചന്മാര് ശുണ്ടിത്തരങ്ങളുമായി ഓടി നടക്കുന്ന പിള്ളേരുടെ ശുണ്ടിത്തരങ്ങളെ ശ്രദ്ധിക്കുന്നേയില്ല. ഇതുപോലെ സ്വർഗത്തിന്റെ ഒരു ചാരുകസേരയിൽ കാലും നീട്ടിക്കിടന്ന് പത്രം വായിക്കുന്ന മുതുക്കനല്ല നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. നീതിയോടെ വിധിക്കുന്ന അവിടുത്തെ കരം ഇന്ന് രാത്രി നമ്മുടെ അകത്തും പുറത്തും ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആ ജഡ്ജിയുടെ മുൻപിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ട ദിവസം വരുന്നെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഭയത്തോടെ വേണം കേൾക്കാൻ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന്റെ ദീർഘക്ഷമ ദൈവത്തിന്റെ നിത്യക്ഷമയല്ല. പദം അടിവരയിട്ട് ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ദീർഘക്ഷമ ദൈവത്തിന്റെ നിത്യക്ഷമയല്ല. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമേ നീ ആയാലും, ദൈവത്തിന്റെ തേജസ് കത്തിയിറങ്ങി യെരൂശലേം ദൈവാലയമേ നീ ആയാലും, പ്രവചനാത്മാവിൽ യേശുവിന്റെ അന്ത്യമൊഴി പ്രവചിച്ച പ്രവാചകനായ ദാവീദേ നീ ആയാലും, അവൻ വീശുമുറം കൈകളിൽ എടുത്താൽ നിൽക്കാൻ കഴിയുകയില്ലെന്ന് മറക്കരുത്. ഞാൻ ഓർക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം ദാവീദിന്റെ കൊട്ടാരത്തിൽ നടന്നു. കൊട്ടാരത്തിൽ നടന്ന കാര്യം, ഒരു കുട്ടിക്കല്യാണം കൊട്ടാരത്തിൽ നടന്നു. നാട്ടിൽ ഈ കല്യാണത്തെ കുറിച്ചുള്ള പറച്ചിൽ എന്തായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞോ, ഞങ്ങളുടെ ദാവീദ് രാജാവ് ഒരു കല്യാണം കഴിച്ചു. വിവാഹം കഴിച്ച പത്നി ആരാണെന്ന് അറിയാമോ? അടുത്ത ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു കാലാൽ പടയാളി യുദ്ധത്തിന്റെ മുൻനിരയിൽ വെച്ച് കൊല്ലപ്പെട്ടു. അവളുടെ ആ വിധവയുടെ ദുഃഖം മാറ്റാൻ അവളെ അങ്ങേര് ഭാര്യയാക്കി. ഇതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. ഒരു വസ്തുത ഓർക്കണം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും സംഭവിക്കുന്നത് അതുപോലെ കാണുന്ന ഒരു കണ്ണ് ഇതിനകത്ത് ചുറ്റിത്തിരിക്കുന്നുണ്ട്. 9 മാസം ദൈവം വെയിറ്റ് ചെയ്തു.
ഒരു കുഞ്ഞുണ്ടാകുന്നത് വരെയുള്ള സമയം. 9 മാസം കഴിഞ്ഞപ്പോൾ നാഥാൻ നേരെ കൊട്ടാരത്തിലേക്ക്. നാഥാൻ ഒരു കൊച്ചുദാഹരണത്തോടെ ആരംഭിക്കുകയാണ്. പറഞ്ഞിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാഥാൻ പറഞ്ഞ ഉദാഹരണം, നിന്റെ നാട്ടിൽ ഒരു നീചകൃത്യം നടന്നിരിക്കുന്നു. ദാവീദ് ചെവി ഓർത്തു. ഒരു സാധുവായ മനുഷ്യനെ അയാൾ ഒരു കുഞ്ഞാടിനെ ആറ്റുനോറ്റ് വളർത്തി. എന്നാൽ ധനാഢ്യനായ ഒരു കുബേരൻ, അയാൾക്ക് നിരവധി ആടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ധനാഢ്യന്റെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ ചെയ്തതെന്നറിയാമോ? സാധുവിന്റെ വീട്ടിലെ കുഞ്ഞാടിനെ പിടിച്ച് കശാപ്പ് ചെയ്ത് ഈ ധനാഢ്യൻ മേശപ്പുറത്ത് അതിഥികൾക്ക് വിളമ്പി. അപ്പോഴേക്കും ദാവീദിന്റെ കൈ, എന്റെ ചിന്ത, വാൾപ്പിടിയിലങ്ങ് മുറുകി. അയാൾ ഒരു ഓർഡറും കൽപ്പിച്ചു, ആ മനുഷ്യൻ മരിക്കണം, അവന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം. ന്യായപ്രമാണം കൃത്യ അളവിലാ പറഞ്ഞത്. ഒരു വിഷയത്തിൽ ഒരുവന്റെ ആടിനെ മോഷ്ടിച്ചാൽ കുറ്റവാളിയുടെ ശിക്ഷ മരണം, കുറ്റവാളിക്ക് 4 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ വിധി. പക്ഷേ ഫുൾ സ്റ്റോപ്പിന് മുൻപ് നേരെ ചൂണ്ടിക്കൊണ്ട് ദാവീദിനോട് നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ചങ്കിൽ ചാട്ടുളി പോലെ കുത്തിക്കയറിയ വാക്കുകൾക്ക് മുൻപിൽ നാഥാൻ കിടിലം കൊള്ളിക്കുന്ന ചില പ്രവചനങ്ങൾ പറഞ്ഞു. ശ്രദ്ധിക്കുക. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇസ്രയേലെല്ലാം കാണുക സൂര്യന്റെ വെളിച്ചത്ത് നടത്തും. വാൾ നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല, നിന്റെ ഗ്രഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. ഉൾക്കിടിലത്തോടെ കാലേരെ ചെരുപ്പൂരിയിട്ടിട്ട് തീയട മുൻപിൽ മോശ നിന്നതുപോലെ, ശ്രദ്ധിക്കേണ്ട വാക്ക, അനുദപിച്ചു. പക്ഷേ വിധി മാറ്റിയില്ല. ദൈവജനം ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും മരണത്തിന് മുൻപ് എണ്ണിക്കണക്ക് തീർക്കാൻ ചില ശിക്ഷയുടെ വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. അടിവരയിട്ട് ശ്രദ്ധിച്ചു കൊള്ളുക. നിങ്ങൾക്കറിയാമോ, ദാവീദ് പറഞ്ഞ 4 ഇരട്ടി വീട്ടിൽ നടക്കാൻ തുടങ്ങുന്നു. ബത്ശേബയിലുണ്ടായ കുഞ്ഞു മരിച്ചു, 1-ാം ഇരട്ടി. അബ്ശാലോം അമ്നോനെ അടിച്ചു കൊന്നു, 2-ാം ഇരട്ടി. അതെ, അബ്ശാലോം കരിവേലകത്തിൽ കെട്ടിയാന്ന് ചത്തു, 3-ാം ഇരട്ടി. അദോനിയ രാജാവ് കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞ് നിലവിളിച്ച് കരയുമ്പോൾ വസ്ത്രം കീറി നിലവിളിക്കുന്ന ദാവീദേ, ഇത് ബന്ധനമല്ല, ഇത് വീശുമുറത്തിന്റെ പ്രവൃത്തിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. തലയിൽ പൂഴി വാരിയിട്ട് നിലവിളിച്ചുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി ദാവീദ് ഓടുന്ന സമയം മകൻ അബ്ശാലോം, അബ്ബ പിതാവ്, ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം, പേരിന്റെ അർത്ഥം. പക്ഷെ ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടേ പിന്നെ ഈ അപ്പന് സമാധാനം അനുഭവിച്ചിട്ടില്ല. കയറി ഓടുന്ന സമയം നീചനായ അബ്ശാലോം സഹപ്രവർത്തകരോട് ചോദിച്ചു, അപ്പന്റെ കണ്ണിന് നിന്ദ്യനാകാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ സദസ്സിന് മുൻപിൽ പറയാൻ കഴിയാത്ത ഒരു പച്ച മയച്ചത പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്കറിയാമോ, സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോൾ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും കനത്ത പ്രവാചകനായ ദാവീദിന്റെ മകൻ വഴിയോര വെൺമാടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചാക്ക് ശീലകൾ വഹിച്ച താൽക്കാലിക വെയിറ്റിംഗ് ഷെഡുകളിൽ പച്ച മ്ലേച്ഛത ചെയ്യുമ്പോൾ പ്രവാചകന്റെ വാക്കോർക്കണം, നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇസ്രയേലെല്ലാം കാണുകെ സൂര്യന്റെ വെളിച്ചത്ത് നടത്തും. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, നിന്റെ വിധിയുടെ മുൻപിൽ വിധി ഏറ്റുവാങ്ങാനിടയാകാതെ ശുദ്ധീകരണത്തോടെ ചുവട് വയ്ക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഉയർന്നു നിൽക്കുന്ന കരങ്ങളിൽ ഈ പ്രസംഗത്തിന് നടുവിൽ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? ശബ്ദം ഉയരട്ടെ. ഈ രാത്രി ഈ സന്ദേശം ഇവിടെ മുഴക്കുന്നതിന്റെ പുറകിൽ മഹാദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ഇവിടെ അയച്ചത് മനുഷ്യനല്ല, കർത്താവാണ്. കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ വ്യാപരിക്കുകയാണ്. ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ വരാൻ തുടങ്ങുന്ന അനർത്ഥങ്ങളെ ഒഴിച്ചു മാറ്റാൻ എൻ്റെ ദൈവത്തിന്റെ അത്രയും പുൾപിറ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്ന കരങ്ങളോട്, ദൈവമേ, എൻ്റെ കുടുംബത്തിന്മേൽ വിശുദ്ധമല്ലാത്ത വിധി വരത്തക്ക വിധം എൻ്റെ പ്രവൃത്തി മുഖാന്തരമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഇന്ന് രാത്രി ഇവിടെ ഉയരട്ടെ. മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിങ്ങൾക്കായി ചലിക്കുന്ന രാത്രിയായിരിക്കും. അങ്ങനെയെങ്കിൽ
ഒരു വസ്തുത ഓർക്കുക, അടിക്കാൻ കയ്യിൽ വടിയെടുക്കുന്ന അപ്പൻ്റെ മുൻപിൽ ഓടി രക്ഷപ്പെടാൻ പരിശ്രമിക്കാതെ രണ്ട് കൈ കൊണ്ടും ആ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ ഒരു മകൻ തയ്യാറായാൽ ശിക്ഷയുടെ വടികൾ കുറഞ്ഞിരിക്കും. അനുതാപത്തിന് മാത്രമേ ന്യായവിധിയെ മാറ്റാൻ കഴിയുകയുള്ളൂ. ഈ രാത്രി ഓർക്കുക, അടുത്തത് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ദൗത്യം. നിങ്ങളെ ഞാൻ വെള്ളം കൊണ്ടാണ് സ്നാനം കഴിപ്പിക്കുന്നത്, എന്നാൽ ഈ ആള് സ്നാനപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഈ ആള് സ്നാനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മീഡിയമുണ്ട്, അത് സാധാരണ മീഡിയമല്ല, തീയുടെ മീഡിയമാണ്. അനുഭവിച്ച ദൈവമക്കൾക്കറിയാം, ആത്മവ്യാപാരം തിരിച്ചറിയുന്ന ദൈവവൈദ്യനെ ഇന്ന് രാത്രി അവൻ ഈ യോഗത്തിനകത്ത് എഴുന്നള്ളി ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുടെ പറയാം, ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആത്മാവാകുന്ന തീയിൽ നിന്നെ മുക്കാൻ കഴിവുള്ളവന്റെ കരം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പാടി ആരാധിക്കുന്ന പണ്ട് പാടിയ പാട്ടില്ലേ, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവെ തീ കത്തിക്ക, ഭൂതലത്തിൽ അന്ധകാരം മാറ്റുവാൻ അത് സ്വർഗീയമാം അഗ്നി കത്തിച്ചോനെ. പണ്ടൊരു കാലത്ത് മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേർ പ്രാർത്ഥനയോടെ ഏൽപ്പിച്ചു കൊടുക്കും? ഈ യോഗം അവസാനിച്ച് നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ശരീരത്തെ ആത്മാവാകുന്ന തീയിൽ നിറയ്ക്കാൻ കഴിവുള്ളവന്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നാവുകൾ പ്രാർത്ഥനയിൽ ജ്വലിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളെ ഈ രാത്രി ആ തീയുടെ വ്യാപാരം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കൊരു പ്രതിഭാസം മനസ്സിലാക്കാൻ കഴിയും. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പിതാവായ ദൈവം വെളിപ്പെട്ടത് തീ രൂപത്തിലാണ്. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന വേദഭാഗത്തിൽ മോശ പർവ്വതത്തിന് മുകളിലേക്ക് ഒരു പ്രത്യേക കാഴ്ച കണ്ട് കയറി ചെല്ലുന്ന സമയം ഒരു മുൾപ്പടർപ്പ് അങ്ങനെ നിന്ന് കത്തുകയാണ്. മുൾപ്പടർപ്പിലെ ഒരു കമ്പും എരിഞ്ഞമരുന്നില്ല, എന്നാൽ മുൾപ്പടർപ്പിനെ ചുറ്റുന്ന തീ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഈ മുൾപ്പടർപ്പിന് മീതെ വ്യാപരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഒരു നൈൽ ദേവിയുടെ ശക്തിക്കും ഒരു ഈജിപ്ഷ്യൻ കുലദൈവത്തിനും ഒരു അന്യായ ദൈവത്തിന്റെ ബന്ധനത്തിനും ഒരു വടിയെ പാമ്പാക്കാൻ കഴിവുള്ള മന്ത്രവാദിയുടെ കരത്തിനും തകർക്കാൻ കഴിയാത്ത തീയാണ് ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദ്യനെ, ഈ തീയുടെ വ്യാപാരം നിന്റെ മേൽ വ്യാപരിക്കാൻ ഈ രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു ക്ഷുദ്ര പ്രയോഗത്തിനും ഒരു ആഭിചാരത്തിനും ഒരു ആവാഹിച്ച ദുരാത്മവ്യാപാരത്തിനും ഒരു ശാപത്തിന്റെ കെട്ടുകൾക്കും നിന്നെ തകർക്കാൻ കഴിയാത്ത ആത്മവ്യാപാരത്തിന്റെ തീയാണ് തിരിച്ചറിയുന്ന ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ രാത്രി പറയട്ടെ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ തീയുടെ സാന്നിധ്യം കാണാം. കേബാർ നദിയുടെ തീരത്ത് മോശ കാണുന്ന ദൈവത്തിന്റെ ദാസൻ യെഹെസ്കേൽ കാണുകയാണ്. വടക്ക് നിന്നൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നു. അവിടെ നിന്നല്ലോ ദൈവ സാന്നിധ്യം വന്നത്. ആ കാഴ്ച തീ പോലെയും കാഴ്ചയ്ക്ക് ശുക്ല സ്വർണത്തിന് തുല്യമായ തീ പോലെയുമായിരുന്നു. ആ കാഴ്ചയ്ക്ക് മുൻപിൽ ഞാൻ മുഴങ്കാൽ മടക്കി വീണു. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം ദൈവത്തിന്റെ ദാസൻ മോശ കണ്ട കാഴ്ച എന്താണ്? ഇതാ അകത്ത് കയറാൻ കഴിയാത്ത വിധത്തിൽ ആ തീയുടെ വ്യാപാരം അതിവിശുദ്ധ സ്ഥലത്തെ മൂടി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിന്റെ പേജുകളിൽ വെളിപ്പെട്ട നമ്മുടെ വീണ്ടെടുപ്പുകാരൻ മഹാദൈവം തീയായിട്ടാണ് വ്യാപരിച്ചത്. പുത്രന്റെ സാന്നിധ്യം ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ. പുത്രന്റെ സാന്നിധ്യം ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലുണ്ട്. മുഖം മിന്നൽ പ്രകാശം പോലെ, കണ്ണുകൾ തീപ്പന്തം പോലെ, കൈകാലുകൾ ഊപാസ്തംഗം കൊണ്ട് കച്ച കെട്ടിയതുപോലെ, മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ. ആരാ ഇറങ്ങി വന്നിരിക്കുന്നത്? ആകാശമണ്ഡലത്തെ അടക്കി വാഴുന്ന പാർസി പ്രഭുവിനെ വെട്ടിമാറ്റിയിട്ട് പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ് തീയായി ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ കാണുന്ന വ്യക്തിയുടെ അരയിലാണ് കച്ച. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന വ്യക്തിയുടെ മാർവിലാണ് കച്ച. രണ്ടും ഒരാളാണെന്ന് വിശദീകരണത്തിൽ മനസ്സിലാകും. എന്നാൽ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ കെട്ടിയിരിക്കുന്ന കച്ച, അരയിൽ കെട്ടിയത് ശുശ്രൂഷയ്ക്ക് ഞാൻ തയ്യാർ എന്നതിനെയും, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കച്ച മാർവിൽ കെട്ടിയിരിക്കുന്നത് ഞാൻ ജയാളിയായി എന്നതിനെയും കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്രൂശിന് മുൻപ് അന്ധകാര ശക്തിയുടെ തലയെ തകർക്കാൻ അവൻ അരയിൽ കച്ച കെട്ടി ഇറങ്ങിയെങ്കിൽ, ക്രൂശ് കഴിഞ്ഞ് അവൻ പഴയ പാമ്പിന്റെ തലയെ തകർത്ത് ജയാളിയായി ഇറങ്ങിയിരിക്കുന്നു. അവൻ വെളിപ്പെട്ടത് സാധാരണ തീരല്ല, അസാധാരണ തീരാണ് വ്യാപരിച്ചതെങ്കിൽ ഗ്ലോറി, ഹല്ലേലൂയ.
ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പ്രത്യേകം തിരിച്ചറിയുക. സെഹിയോൻ മാളിക മുറിയിലേക്ക് നോക്കുക. ആത്മവ്യാപാരം ഇറങ്ങിയപ്പോൾ മെഴുകുതിരി കത്തിച്ചല്ല കണ്ടത്, അവിടെയും അത് തീയായിട്ടാണ് ഇറങ്ങിയത്. എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ മുഴക്കമുണ്ടായി. മുഴക്കം കേൾക്കുന്നത് കണ്ണുകൊണ്ടല്ല, മുഴക്കം കേൾക്കുന്നത് ചെവി കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ തീയുടെ വ്യാപാരം ചെവിയുടെ മേഖലയിലേക്ക് ഇറങ്ങി വരികയാണ്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അഗ്നിജ്വാല പോലെ പിളരുന്ന നാവുകൾ കാണുന്നത് ചെവി കൊണ്ടല്ല, കണ്ണുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ കണ്ണിന്റെ നിയന്ത്രണം ഈ ആത്മാവിന്റെ തീ ഏറ്റെടുത്തു. ഓരോരുത്തൻ ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സംസാരിക്കുന്നത് ചെവി കൊണ്ടല്ല, സംസാരിക്കുന്ന കണ്ണുകൊണ്ടല്ല, നാക്കുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ തീയുടെ നിയന്ത്രണം നാക്കേറ്റെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിടിരിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, പതിഞ്ഞിറങ്ങിയപ്പോൾ ത്വക്കിലേക്ക് ദൈവാത്മാവിന്റെ തീയുടെ വ്യാപാരം വന്നു. അവിടെ ഇറങ്ങിയ പ്രിയപ്പെട്ടവരുടെ ചെവിയിലെ വ്യാപരിച്ച ദൈവാത്മാവിന്റെ തീ, അവിടെ ഇരുന്ന് ആരാധിച്ച വ്യക്തികളുടെ കണ്ണുകളിൽ വ്യാപരിച്ച ദൈവാത്മാവിന്റെ തീ, അവിടെ ഇരുന്ന് ആരാധിച്ച വ്യക്തികളുടെ നാവുകളിൽ വ്യാപരിച്ച ദൈവാത്മാവിന്റെ തീ, അവിടെ ഇരുന്ന് ആരാധിച്ച വ്യക്തികളുടെ ത്വക്കിൽ പതിഞ്ഞിറങ്ങിയ ദൈവാത്മാവിന്റെ തീ, ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ മൂടത്തക്ക വിധം ആത്മാവിന്റെ തീയുടെ വ്യാപാരം സെഹിയോൻ മാളിക മുറിയിൽ ഒഴുകി ഇറങ്ങിയെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കാൻ വ്യക്തികൾ തയ്യാറാകുന്നെങ്കിൽ, നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം, ഓ ഗ്ലോറി, ഹല്ലേലൂയ, തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം ആത്മാവിന്റെ തീയുടെ ഒരു പ്രത്യേക അഭിഷേകം. ഗ്ലോറി, 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 ഗ്ലോറി. ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കൾ ഇടത്തും വലത്തും നോക്കണ്ട കേട്ടോ. യേശുവിന്റെ നാമത്തിന്റെ ശക്തികളെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വചനത്തിന്റെ അധികാരങ്ങളെ വ്യാപരിക്കുന്നു. ചില വ്യക്തികളുടെ കുടുംബങ്ങളുടെ ആധിപത്യം പുലർത്തുന്ന ഇരുട്ടിന്റെ കെട്ടുകളെ അഴിച്ചു മാറ്റാൻ ഒരു തീയുടെ അഭിഷേകം ഈ യോഗത്തിനകത്തുനിന്ന് ബലത്തോടെ വ്യാപരിക്കുന്നു. അബ്ദൽ ഘടകര ദിഗജകൾ ഘടകരൗദ രാധികകൾ ഘടക രൗദര ദിഗനയാ രകൾ ഘടക രാധികത യാരക ആദൽ ഘടകരൗദ രാധികകൾ ഘടക രൗദര ദിഗനയാ രകൾ ഘടക രാധികത യാരക. ഇരിക്കുന്നത് ഹോളിനകത്താണെങ്കിലും ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കാതെ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളുടെ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ തിരിച്ചറിയത്തക്ക വിധം ആത്മവ്യാപാരത്തിന്റെ തീയുടെ വ്യാപാരം. ഹോരേബിൽ വെളിപ്പെട്ട ദൈവാത്മാവിന്റെ തീ, സീനായിൽ മൂടിയിറങ്ങിയ ദൈവാത്മാവിന്റെ തീ, ഓ സെഹിയോൻ മാളിക മുറിയിൽ ഇറങ്ങിയ ദൈവാത്മാവിന്റെ തീ, കേബാർ നദീതീരത്ത് ഇറങ്ങിയ ദൈവാത്മാവിന്റെ തീ, ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം ഇതിനകത്ത് വ്യാപരിക്കുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സംഭവിക്കുന്നു. ആദൽ ഘടകരകൾ ഘടക രൗദരാ ദിഗനയാരകൾ ഘടക രൗദരാ ദിഗനയാരകൾ ഘടക രാധികനയാരക. ഈ രാത്രി ഇവിടെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കരം ഇവിടെ വ്യക്തികളെ തൊടാൻ തുടങ്ങുന്ന രാത്രിയാണ്. നിന്റെ കൈ തൊടാൻ കഴിയാത്ത അകലത്തിലേക്ക് ഈ ആത്മാവിന്റെ തീയുടെ വ്യാപാരം ഉണ്ടായാൽ, ഓ ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തീയുടെ വ്യാപാരം, സീനായി കൊടുമുടി കുലുങ്ങത്തക്ക വിധം ഇറങ്ങി വന്ന തീയുടെ വ്യാപാരം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിന്റെ കോശങ്ങൾ അറിയത്തക്ക വിധം ബലത്തോടെ വ്യാപരിച്ചാൽ, ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കായി ഈ തീയുടെ വ്യാപാരം ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നു. അബ്ദൽ ഘടകനഗജകൾ ഘടകരൗദ രാധികന യാരകൾ ഘടകരൗദ രാധികന യാരക. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണണം. ഇവിടെ മാത്രമല്ല ഈ ദൈവപ്രവൃത്തി സംഭവിക്കുന്നത്. നിന്റെ കൈ തൊടാൻ കഴിയാത്ത മേഖലകളിലേക്ക്, നിന്റെ കൈ തൊടാൻ കഴിയാത്ത മേഖലകളിലേക്ക് ഈ ആത്മവ്യാപാരം പെയ്തിറങ്ങുകയാണ്. ഇവിടെ വചനത്തിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്നതിനെ എന്റെ ദൈവത്തിന്റെ കരം അഴിച്ചു മാറ്റുന്നു. പ്രാർത്ഥിക്കുന്ന നീ ആത്മാവിൽ കാണട്ടെ. ഞാൻ എന്റെ വാത്സല്യ സഹോദരനോട് പറയട്ടെ, ഇന്നേക്ക് ചില നാളുകൾക്ക് മുൻപ് ഇംഗ്ലണ്ടിൽ കൺവെൻഷന് വേണ്ടി പോയപ്പോൾ വെയിൽസിലെ ഇവാൻ റോബർട്ടിന്റെ പ്രാർത്ഥനാ മേഖലയും അവിടെയുള്ള ചർച്ചിൽ സന്ദർശിച്ച സമയം കൽക്കരി തൊഴിലാളികളായ ഒരുപറ്റം ആളുകൾ അവർ ഇന്ത്യയുടെ മാപ്പെടുത്ത് നിലത്തിട്ടതിന് ശേഷം ഇന്ത്യയിൽ പൂനെയിൽ മുക്തി മിഷൻ ആശ്രമം നിൽക്കുന്ന ഭാഗം അവരറിയാതെ കൈവച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഞാൻ പറയാം. അടുത്ത ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ത്യയിൽ പൂനെയിൽ മുക്തി മിഷൻ ആശ്രമം സന്ദർശിച്ചു. അപ്പോൾ അവിടെയുള്ള ഗൈഡ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഈ മുറിക്കകത്താണ് 1904 ആദ്യമായി ആത്മവ്യാപാരം ഉണ്ടായത്.
അപ്പൊ ആ സഹോദരി ഗൈഡ് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: 2 പേർ വീതം 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ഇങ്ങനെ 2 സഹോദരിമാർ ഒരു മുറിക്കകത്ത് ഒരു മുള കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരയിൽ ഒരു കരിങ്കല്ല് തറയിൽ ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സഹോദരി നോക്കിയപ്പോൾ മറ്റേ സഹോദരി മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം അവളുടെ ദേഹത്ത് ലിറ്ററലായി തീ കത്തുന്നു. ഇവൾ പുറത്തിറങ്ങിയിട്ട് വിളിച്ചു പറഞ്ഞു, തീ തീ തീ, ബക്കറ്റിൽ വെള്ളവുമായി വാ, തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഉടനെ അങ്ങേപ്പുറത്ത് തിരുവഴുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന രമാഭായ് ഓടി ഇറങ്ങി വന്നു. അവർ ആ സമയം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഭാഗം സർപ്പങ്ങളെ പിടിച്ചടക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ല എന്ന വാക്യം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ സംഭവം. ഓടി ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ സഹോദരിയുടെ ദേഹത്ത് തീ കത്തുകയല്ല, ഇവർ അന്യഭാഷകളിൽ സംസാരിക്കുകയാണ്. ആളുകൾ മുഴുവൻ ആ ഭാഗത്ത് ഒരുമിച്ച് കൂടി. 2000-ഓളം അന്തേവാസികളുള്ള ആ സ്ഥാപനത്തിലെ ആളുകൾ മുഴുവൻ അലറിക്കരഞ്ഞുകൊണ്ട് അറിയാത്ത ആത്മഭാരത്തോടെ കവിണ് വീണ സമയം ദൈവശക്തിയുടെ വ്യാപാരം അണപൊട്ടിയിറങ്ങുകയായിരുന്നു. അടുത്ത ദിവസം നടന്നൊരു സംഭവം എന്നോട് ആ സഹോദരി പറഞ്ഞത്: 2000 അന്തേവാസികളുള്ള ഈ സ്ഥാപനത്തിൽ ഒരു നുള്ള അരിയില്ല. അവർ മുഴുവൻ വളരെ കഷ്ടതയിലാണ്. രമാഭായ് പറഞ്ഞു, വെള്ളം തിളപ്പിച്ചു കൊള്ളുക, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഈ സന്ദേശം ഇവിടെ പറയുന്നതിനിടയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വീട്ടിൽ നീ ഇന്ന് കടന്നു പോകുന്ന ഊശ്വര വിഷയത്തിന് നടുവിൽ രണ്ടാമതൊന്നിനു വേണ്ടി കാത്തിരിക്കാതെ ഈ ആത്മവ്യാപാരത്തിന് വേണ്ടി കാത്തിരിക്കാൻ നീ തയ്യാറായാൽ, നിന്റെ കൈ തൊടാത്ത വിഷയത്തിന് നടുവിൽ 12-ാം മണി അടുക്കുന്നതിന് മുൻപ് ഉത്തരം നൽകാൻ കഴിവുള്ള ഒരു കരം പ്രകൃതിയാതീതമായി ചലിക്കുന്നത് നിനക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും. ദൈവത്തിന് സ്തോത്രം. 10 മണിയായി, അരിയില്ല, വെള്ളം തിളപ്പിക്കുന്നു. 12:30 ആകുമ്പോൾ കിച്ചൺ ബെല്ലടിക്കും. 2000-ഓളം ആളുകൾ പാത്രങ്ങളുമായി കിച്ചന്റെ മുൻപിൽ നിരക്കും. അവർക്ക് വിളമ്പിക്കൊടുക്കാൻ അല്പം കഞ്ഞിയും എന്തെങ്കിലും വേണം അവിടെ. പക്ഷേ വെള്ളം തിളപ്പിക്കുന്നതേ ഉള്ളൂ, അവിടെ അരിയില്ല. ഒരു 11 ആയി, 11:30 ആയി, 12 ആയി. രമാഭായ് പ്രാർത്ഥനയിലാണ്. മുൻപ് വ്യാപരിച്ച ദൈവാത്മ വ്യാപാരത്താൽ ഉള്ള പ്രാർത്ഥന. 12:30 ആയപ്പോൾ കിച്ചണിൽ ബെല്ലടിച്ചു. ആളുകളെല്ലാം പാത്രം കഴുകി കിച്ചന്റെ മുൻപിലേക്ക് അടുക്കുമ്പോൾ തൊട്ടടുത്ത പട്ടാള ക്യാമ്പിൽ നിന്നും ഒരു ശിപായി ഒരു കത്തുമായി അവിടെ വന്നു. ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 2000 പട്ടാളക്കാർക്ക് വേണ്ട ഭക്ഷണം ഗവൺമെന്റ് തയ്യാറാക്കി. എന്നാൽ പട്ടാളത്തെ മറ്റൊരു മേഖലയിൽ പെട്ടെന്ന് വിന്യസിപ്പിക്കുവാനുള്ളത് കൊണ്ട് അവിടുന്ന് കൊണ്ടുപോയി. 2000 പേരുടെ ഭക്ഷണം അധികം വന്നിരിക്കുന്നു. നിങ്ങളുടെ സാധു സംഘത്തിന് വേണമെങ്കിൽ തരാം. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. ഇന്ന് രാത്രി പറയട്ടെ, ലോകത്തിലെ പട്ടാളക്കാരന് വേണ്ടി അവന്റെ മേശപ്പുറത്ത് വിളമ്പുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ വീട്ടിനകത്ത് അവന്റെ ഭക്ഷണം വിളമ്പാൻ കഴിവുള്ള ഒരു കരം ഇതിന്റെ പുറകിൽ ഇന്ന് രാത്രി ചലിക്കുന്നുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ ദൈവശക്തി അനുഭവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവവൈദ്യൻ ഇവിടെയുണ്ടോ? വിഷയത്തെ അഴിച്ചു മാറ്റാൻ ആ കരം ഇതിനകത്ത് ചലിക്കുകയാണ്. ശബ്ദമുയരട്ടെ, നാവുകളുടെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി വരെ സംഭവിക്കാത്ത ഒരു ആത്മവ്യാപാരത്തിന്റെ പകർച്ചയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കട്ടെ. ഇടത്തിരിക്കുന്നവരെ നോക്കണ്ട, വലത്തിരിക്കുന്നവരെ നോക്കണ്ട. ഒരു ആത്മമണ്ഡലത്തിന്റെ തീക്കായി കൊതിക്കുന്ന ദൈവജനം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇവിടെ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത 5 മിനിറ്റ് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ തരുന്ന നിയോഗം ഞാൻ പറയാം. അടുത്ത 5 മിനിറ്റ് കൊണ്ട് ചില ദൈവപ്രവർത്തികൾ നിങ്ങൾക്കായി നടക്കത്തക്ക വിധം ആ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, അത് യോർദാൻ പിളർന്ന ശക്തിയല്ല, അത് എരിഹോവിനെ തകർത്ത ശക്തിയല്ല, അത് ഹായിയെ മുറിച്ച ശക്തിയല്ല. ഒരിക്കലും ഉയർപ്പ് നടക്കരുതാത്ത വിധത്തിൽ അടച്ചു മുദ്രവെച്ച കല്ലറയ്ക്കകത്തേക്ക് ഞായറാഴ്ച രാവിലെ ഇറങ്ങിച്ചെന്ന ആ പുനരുദ്ധാനത്തിന്റെ വ്യാപാര ശക്തി വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കുടുംബങ്ങൾക്കകത്തേക്ക് ഇന്ന് രാത്രി കയറി ചെല്ലുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു തുടങ്ങട്ടെ. ആദൽ ഘടകനകൾ ഘടകരൗദര ദിഗജകൾ ഘടകന ദിഗതയാരകൾ ഘടകരാധികനയാരക
അബ്ദരാ ദൽഘടക രൗദര ദിഗദികൾ ഘടകര ദിഗനയാരകൾ ഘടക രൗദര ദിഗനയാരക വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ ഈ യോഗത്തിന്റെ ഏറ്റവും പുറകിലത്തെ നിര മുതൽ കടുങ്കട്ട് വീണ ചില മേഖലകളെ തൊടാൻ എന്റെ നാഥന്റെ കരം ഉയർന്നു നിൽക്കുന്ന കാഴ്ച. അതെ, വ്യക്തികളുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന വിഷയങ്ങളുടെ മേൽ എന്റെ നാഥന്റെ കരം ഇന്ന് രാത്രി ബലത്തോടെ ചലിക്കുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇറങ്ങിച്ചെല്ലുന്ന രാത്രിയാകട്ടെ. ദൈവപ്രവൃത്തിയെ പ്രവചികൊണ്ട് അവകാശവാദം ചെയ്യുന്ന ഇരുട്ടിന്റെ കരങ്ങളെ മുറിച്ചു മാറ്റിക്കൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ കരം ചില കുടുംബങ്ങളുടെ കരത്തേക്ക് ഈ രാത്രി ആത്മഫലത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ശരീരങ്ങളുടെ മേൽ വ്യക്തമായ അടയാളത്തോടെ രോഗശാന്തികൾ സംഭവിക്കട്ടെ. ചില കുടുംബങ്ങളുടെ കടുങ്കെട്ടുകളിൽ രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കത്തി തൊടാതെ ചില ശസ്ത്രക്രിയകൾ ചില ശരീരങ്ങളുടെ മേൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ചില നിയമരേഖകളുടെ മേൽ എന്റെ ദൈവത്തിന്റെ കരം ഈ രാത്രി ബലത്തോടെ വ്യാപരിക്കട്ടെ. Glory, hallelujah, hallelujah. ഈ രാത്രി എനിക്കൊരു ദൈവിക സ്പർശനം വേണം കർത്തൃദാസ. എനിക്കൊരു ദൈവിക വിടുതൽ ഇന്ന് രാത്രി വേണം. എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ എൻ്റെ ദൈവം ഇറങ്ങി തൊട്ടേ മതിയാകും. അത് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ഇന്ന് വരെ കാണാത്ത ആത്മവ്യാപാരത്തിന്റെ വിടുതൽ, ഇന്ന് രാത്രി വരെ സംഭവിക്കാത്ത ഒരു പുതിയ അധ്യായം, ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു പുതിയ ചാപ്റ്റർ എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഇന്ന് വെള്ളിയാഴ്ച ഈ 10 മണി കഴിഞ്ഞ സമയം നടക്കാൻ തുടങ്ങുന്ന കാഴ്ച ആത്മ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ തങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മീയ അധികാരത്താൽ പ്രാർത്ഥനയിൽ പോരാടാൻ തുടങ്ങുക. രാത്രി ഞാൻ നിയോഗത്തോടെ പറയുന്നു, ഈ രാത്രി അതിന്റെ അധ്യായം ആരംഭിക്കുന്ന രാത്രിയായിരിക്കും. ഒരു ദൈവദാസൻ പറഞ്ഞ സംഭവം ഓർക്കുന്നു. പാസ്റ്ററെ, ഒരു ചതുപ്പ് നിലത്ത് ഒരു ചെറിയ ഹോള് വെച്ച് പ്രാർത്ഥന ആരംഭിച്ചു. ആത്മാക്കൾ കൂടി വന്നു. ഹോള് വലിപ്പപ്പെടുത്തി. കണ്ടത്തിൽ തറതാർ തീർത്ത് തയ്യാറാക്കിയ ഹോളാ. ആരാധന കത്തിച്ചൊലിക്കുന്നു. അങ്ങനെ ഇരിക്കെ തൊട്ട് മുൻപിലത്തെ കണ്ട ഭാഗം മുഴുവൻ ഒരു ബിനാമി ഗ്രൂപ്പ് വില കൊടുത്തു വാങ്ങി. നടന്ന സംഭവം. ഒടുവിൽ അവിടെ ദിവസങ്ങൾ കൊണ്ട് ഒരു ബഹുനില ബംഗ്ലാവ് ബിൽഡിംഗ് സമുച്ചയം ഉയർന്നു. നിയമപരമായി അവിടെ ദൈവത്തിന് സ്തോത്രം ബാറിനുള്ള അനുവാദം വാങ്ങി. അതോടെ ആ ഭാഗത്ത് ബാർ ആരംഭിച്ചു. ആരാധനയ്ക്ക് വിശ്വാസികൾക്ക് വരാൻ കഴിയാതെ മദ്യപാനികളുടെ കൂത്തരങ്ങായിട്ട് അവിടെ മാറി. പ്രാർത്ഥനാ യോഗങ്ങൾ തടസ്സപ്പെടുന്നു. യോഗത്തിനെതിരെ അലക്ഷ്യമുണ്ടാകുന്നു. ഈ ദൈവദാസന്റെ ഉള്ളു തകർന്നു. അന്ന് യോഗം കഴിഞ്ഞ് വിശ്വാസികൾ പോയി. എന്നാൽ ഈ ദൈവദാസൻ പോയില്ല. ഈ കർത്തൃദാസൻ കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ചോദിച്ചു, മോശയോട് ചോദിച്ചതുപോലെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാരം എന്ത്? അധികാരത്തോടെ കൽപ്പിക്കുക, എന്റെ കരം ഈ സ്ഥാപനത്തിന് മേൽ ചലിക്കാൻ തുടങ്ങുന്നു. ഇന്ന് രാത്രി നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാരം എന്ത്? അധികാരത്തോടെ കൽപ്പിക്കുക, എന്റെ ദൈവത്തിന്റെ കരം അതിന്മേൽ ചലിക്കാൻ തുടങ്ങുന്നു. എന്തിന്? ആ സഹോദരൻ, ആ ദൈവദാസൻ ആ ജനലഴിയിലൂടെ കരം ഉയർത്തിപ്പിടിച്ച് ഈ സ്ഥാപനത്തിന് നേരെ ഇങ്ങനെ കൽപ്പിച്ചു, നസറയനായ യേശുവിന്റെ നാമത്തിൽ ഈ ബിൽഡിംഗ് സമുച്ചയത്തിന്മേൽ എന്റെ വിശുദ്ധിയുടെ അധികാരം ഞാൻ ഉപയോഗിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് കണ്ണുനീരോടെ വീട്ടിലേക്ക് മടങ്ങി. രാത്രിയിൽ ഗാഠമായി ഉറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ, ഓടി വരിക, നിങ്ങളുടെ സഭാ ഹോൾ കത്താൻ തുടങ്ങുന്നു. ഉറക്ക വസ്ത്രവുമായി കാറിലോട്ട് കയറി ഓടിച്ച് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ മദ്യഷാപ്പ്, ഈ ബിൽഡിംഗ് സമുച്ചയം നിന്ന് കത്തുകയാണ്. പൊട്ടിത്തെറിച്ച് ജനലഴികളിലൂടെ തീയാളി മുകൾ കീഴ്തി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തീജ്വാല നേരെ തൊട്ടടുത്ത ഹോളിന്റെ ഭിത്തിയിലേക്ക് അടുക്കാൻ തുടങ്ങുന്നു. എന്നാൽ നോക്കി നിൽക്ക കണ്ട മറ്റൊരു കാഴ്ച, മറുവശത്തു നിന്ന് ഒരു കാറ്റടിക്കാൻ തുടങ്ങി. ഈ മദ്യഷാപ്പ് കത്തി തീരുന്നത് വരെ ഹോളിന്റെ ഭിത്തിയിൽ കാറ്റ് തീ കൊണ്ട് അടുക്കാതെ എന്റെ ദൈവത്തിന്റെ കരം അവിടെ ചലിച്ചു.
ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ സർക്കാരിന് പോലും കാര്യം നിയന്ത്രിക്കാൻ കഴിയത്തില്ലെന്ന് വരത്തക്ക വിധം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ ആ കരം ഉയരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങൂ. സർക്കാരിന്റെ കരങ്ങളിൽ പോലും നിൽക്കില്ല. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എനിക്കിന്ന് രാത്രി ഒരു ദൈവിക വിടുതൽ വേണം, എനിക്ക് പ്രാർത്ഥന വേണം. കർത്തൃദാസ എന്ന് കൊതിക്കുന്നവർ ആ വലതുകരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, വേഗം വലതുകരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്കിന്ന് രാത്രി പ്രാർത്ഥന വേണം. എൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം തൊട്ടേ മതിയാകും. ഞാൻ സേവിക്കുന്നത് മലദൈവത്തെയല്ല, ഞാൻ ആരാധിക്കുന്നത് കുലദൈവത്തെയല്ല, ഞാൻ സേവിക്കുന്നത് മൃഗദൈവത്തെയല്ല, ഞാൻ സേവിക്കുന്ന 33 കോടി ദേവി ദേവന്മാരെ അല്ല, ഞാൻ ആരാധിക്കുന്ന 6000 കോടി അസുര ഗുണങ്ങളെ അല്ല, ഞാൻ സേവിക്കുന്ന ഭൂതപ്രേതാദികളെ അല്ല, ഞാൻ സേവിക്കുന്ന കാളിക്കൂളി കാട്ടുപിശാചുക്കളെ അല്ല, ഞാൻ ആരാധിക്കുന്ന സാക്ഷാൽ തീയായവനെയാണ്. മെഴുകുതിരിയുടെ പുറകിൽ ആനന്ദം കണ്ടെത്തുന്നവനെ അല്ല, അവൻ സാക്ഷാൽ തീയാണ്. അവൻ ഇറങ്ങി വന്നാൽ ഒരു ദുഷ്ടശക്തിക്ക് വിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ കൃപ ലഭിച്ച നിന്റെ കരം ഉയർന്നു നിൽക്കുമ്പോൾ അവൻ ഈ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. വിഷയം നാഥന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അഭിമുഖീകരിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു കൈ കൊണ്ട് കണ്ണുനീർ തുടച്ച് മറ്റേ കൈ കൊണ്ട് കലപ്പയുടെ പിടി മുറുക്കെ പിടിച്ചിരിക്കുന്ന നിന്റെ വിഷയം യേശുവിൻ്റെ കൈകളിൽ കൊടുക്കുക. അവൻ ഈ രാത്രി ഇടപെടാൻ തുടങ്ങുന്നു. ഇന്ന് രാത്രിയിൽ നീ എഴുന്നേറ്റ് മടങ്ങുന്നത് ജീവിതത്തിന്റെ പുത്തൻ ചാപ്റ്ററിലേക്കായിരിക്കും. ഈ രാത്രി എതിരെ ഉയർന്നു നിന്ന് വെല്ലുവിളിക്കുന്ന ചിലതിന്മേൽ എന്റെ ദൈവത്തിന്റെ ഓപ്പറേഷൻ നടക്കുന്ന രാത്രിയായിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. അംദൽ ഘടകജ ഗജകൾ ഘടക നേതികരകൾ ഘടക രൗദരാ ദിഗരയാ രഗാനക ആദൽ ഘടകരെ ദിഗച്ചാദികൾ ഘടക രൗദരാ ദിഗരയാ രഗാനക. വ്യക്തികൾക്കായി ഈ രാത്രി ഇത് സംഭവിക്കട്ടെ, കുടുംബങ്ങൾക്കായി രാത്രി ഇത് സംഭവിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ ഈ വചനത്തിന്റെ അധികാരത്തിൽ തകർന്ന ഹൃദയത്തോടെ ഉയർന്നു നിൽക്കുന്ന ഈ കരങ്ങളുടെ പുറകിലെ ചോദ്യങ്ങൾ ഈ 10 കാലിന് ഉത്തരമായി മാറട്ടെ. ഇവർ ഈ രാത്രി മടങ്ങുന്നത് ഇങ്ങനെ അടയാളത്തോടു കൂടിയ ദൈവപ്രവൃത്തിയിലേക്കാകേണ്ടതിന് നിന്റെ നാമത്തിൽ ഈ കരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്ന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സമയപരിമിതിയിൽ ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക വന്ദനം അറിയിക്കുന്നു. എൻ്റെ കുടുംബത്തിന്, ഞങ്ങളുടെ സഭയ്ക്ക് ഏറ്റവും അടുത്ത കുടുംബമാണ് ഇവിടെയുള്ള ദീപകിന്റെയും സ്റ്റാർലിയുടെയും ഭവനം. ആ പ്രിയപ്പെട്ട ഭവനം, ആ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഭയുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ പോലെയുള്ള കുടുംബമാണ്. പ്രിയപ്പെട്ടവരോടൊപ്പം വിശിഷ്ട് പ്രിയ സ്റ്റാർലി ബലഹീനയായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഈ വചനം പങ്കുവയ്ക്കത്തക്ക വിധത്തിൽ ഈ സഭയിൽ ലഭ്യമായ അവസരത്തിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം പ്രിയപ്പെട്ടവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ ഞാൻ യാത്രയാകുന്നു. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദാസനുള്ള സഭയോടും ഒരിക്കൽ കൂടെ കൃതജ്ഞത പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.